വയനാട്ടിലെ കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ഇന്നത്തെ തെരച്ചിലിൽ 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായ ഒരാൾക്ക് കൂടി വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. വൈഷ്ണ പ്രഭാകരനുണ്ട് വിവരങ്ങളുമായി. വൈഷ്ണ, ഏതായാലും ഇന്നത്തെ തെരച്ചിലിൽ 4 പേരുടെ മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഒരാൾക്ക് കൂടിയുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? അതേ കാർത്തു, ഇന്നത്തെ തിരച്ചിൽ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കെ 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായുള്ള ഇന്ന് 3-ാം ദിവസമാണ് തെരച്ചിൽ. ഇന്നലെയും മിനിഞ്ഞാന്നുമായുള്ള തെരച്ചിലിൽ പ്രതികൂല കാലാവസ്ഥ ഈ തിരച്ചിലിനെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. മഴ, കോടമഞ്ഞ് ഇതെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളം ശക്തമായി കുത്തി ഒഴുകുന്ന ഒരു കാലാവസ്ഥയായതിനാൽ തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും വളരെ കാര്യമായി തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലാണ് ഇന്ന് തെരച്ചിൽ ഊർജിതമാക്കാനും ഇന്ന് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ കണ്ടെത്താനും സാധിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒന്ന് പുഴയിൽ നിന്നും മറ്റൊന്ന് പുഴയ്ക്ക് സമീപത്തു നിന്നുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ രണ്ടാമതും അതുപോലെ തന്നെയാണ്. പുഴയിൽ നിന്നും പുഴയ്ക്ക് സമീപത്തു നിന്നുമാണ് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുള്ളത്. 1-3 സോണുകളിൽ നിന്നായി ആണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടെ 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. 5 പേരെയാണ് നമ്മൾ കാണാതായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മൃതദേഹം കൂടി, ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7 ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. JCB ഓപ്പറേറ്ററായിട്ടുള്ള മുഹമ്മദ് ഇമ്രാൻ, അതുപോലെ എക്സ്കവേറ്റർ ഓപ്പറേറ്ററായിട്ടുള്ള രാഹുൽ ശർമ്മ, UP സ്വദേശി സർവേയറായിട്ടുള്ള അസറുദ്ദീൻ എന്നിവരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി റാണ എന്ന് പറയുന്ന ആൾക്കായിട്ടുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ദുരന്ത മേഖല സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. തെരച്ചിൽ എന്തായാലും വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-3 സോണുകളിലായാണ് കാര്യമായ പരിശോധന. ഇനി വയനാട് ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ മഴ ഇപ്പോൾ പെയ്യുന്നില്ല. അപ്പോൾ ഇനി മഴ ശക്തമാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് അതിനു മുമ്പേ വേഗം തെരച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കുകയാണ് ദുരന്ത നിവാരണ സേന, NDRF, SDRF, അതുപോലെ തന്നെ പോലീസ്, വനംവകുപ്പ് എല്ലാവരും തെരച്ചിൽ വളരെയധികം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാർത്തു, ശരി, വ്യക്തമാണ്. വൈഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.